ഹലോ, കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ചില തിരക്കുകളുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് കാണിക്കാം. വേറെ തിരക്കുകളുടെ കാര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇരുമ്പിൻ്റെ പാത്രങ്ങളുണ്ടാകുമല്ലോ, ചീനച്ചട്ടി, ഇതുപോലുള്ള പിന്നെ ദോശക്കല്ല്, ചപ്പാത്തിക്കല്ല്, പിന്നെ ചീനച്ചട്ടി, ഇവയൊന്നും ഉപയോഗിക്കാത്ത അവസരങ്ങളിൽ കറ പിടിച്ച് പോയി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മുന്നേ ഒക്കെ അങ്ങനെ സംഭവിക്കാണ്ടായിരുന്നു. പിന്നെ ഞാൻ എണ്ണ പുരട്ടി വെച്ചാൽ ഇത് ഒന്നും ആവില്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ഇതൊക്കെ ഇപ്പോൾ വെള്ളപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞാൽ കൈ കൊണ്ടെടുക്കാം. അത് എത്രയോ കാലമായി ഉപയോഗിക്കാണ്ട് വയ്ക്കും. പക്ഷേ അതിൻ്റെ ഒരു കാരണമുണ്ട്. എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ചപ്പാത്തിക്കല്ല്, ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാൽ അത് കഴുകില്ല. ഒന്ന് പൊടി തുടച്ച് അവിടെ എടുത്ത് വയ്ക്കും. അതിൽ എണ്ണയൊക്കെ അതിലെന്ന് കുടിച്ചിട്ടുണ്ടാവണം. അത് പിന്നെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ്. എന്നാൽ തീരെ ഉപയോഗിക്കാത്ത ഇതുപോലെ മത്സ്യം പൊരിക്കുന്നത്, ഇത് കുറച്ച് വലുതാണ്, നമുക്കിത് ആവശ്യമില്ല, വല്ലപ്പോഴും എടുക്കും. അത് നമ്മൾ മത്സ്യം പൊരിച്ചു കഴിഞ്ഞാൽ തേച്ച് വൃത്തിയാക്കി കഴുകി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ പുറംഭാഗവും അകത്തും നന്നായി എണ്ണ കുടിക്കുന്നതുവരെ പുരട്ടി വയ്ക്കുക. പിന്നെ കഴുകരുത്. അതേപോലെ ഈ ചീനച്ചട്ടി, ഇതും വലിയ ചീനച്ചട്ടിയാണ്. ഇത് ഞാൻ പിന്നെ വല്ലപ്പോഴും എണ്ണ കാച്ചാൻ അല്ലെങ്കിൽ തേങ്ങ വറുക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് ചപ്പാത്തിക്കല്ല്. പിന്നെ ഇതാണ് ചെറിയ ചീനച്ചട്ടി. ഇതും വറവിടാൻ എടുക്കാറുണ്ട്. ഇത് പപ്പടം വാട്ടിയതാണ്. അപ്പോൾ പപ്പടം ഒന്നുകിൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് ആ എണ്ണ ഒന്ന് തുടച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഇതേപോലെ എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് വെള്ളയപ്പം ചുടാനും ഒക്കെ എടുക്കുന്നത്. ഇതും ഇതുപോലെ വെള്ളയപ്പം ചുട്ട് കഴിഞ്ഞാൽ കഴുകാതെ വയ്ക്കുക. പിന്നെയുള്ളത് ഇത് ചീനച്ചട്ടി. ഇനിയുള്ളത് ദോശക്കല്ലാണ്. ഇത് ചെറിയൊരു ചീനച്ചട്ടിയാണ്. അതും ഇതേപോലെ കഴുകാറില്ല. എല്ലാം വറവിട്ട് കഴിഞ്ഞാൽ ആ എണ്ണയോടെ അതുപോലെ വയ്ക്കും. അപ്പോൾ നമ്മുടെ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടികൾക്കും ചപ്പാത്തിക്കല്ലിനും ഒന്നും ഒരിക്കലും കറ വരില്ല. ഇനിയുള്ളത് ഇതും ഇരുമ്പിൻ്റെ ഒരു ചട്ടുകമാണ്. പിന്നെ ഒരു കോരികയും. ഇരുമ്പിൻ്റെ ചട്ടുകം നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ കഴുകാതെ നമ്മൾ സ്പൂൺ വയ്ക്കുന്ന സ്റ്റാൻഡിൽ വയ്ക്കാം. പിന്നെ അഥവാ മീൻ പൊരിച്ചിട്ടാണെങ്കിൽ, മീനൊക്കെ ഫ്രൈ ചെയ്തതാണെങ്കിൽ അത് സോപ്പിട്ട് കഴുകി പിന്നെ ഒരല്പം എണ്ണ തടവി വെച്ചാൽ മതി. പൂരിയൊക്കെ ചുട്ട് അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞാൽ അതും കഴുകാതെ ഉടനെ ആ സ്പൂൺ വയ്ക്കുന്ന സ്റ്റാൻഡിൽ വയ്ക്കുക. ഇത് ദോശക്കല്ലും ദോശ ചുട്ട് കഴിഞ്ഞാൽ കഴുകാറില്ല. അതേപോലെ വച്ച് അടുത്ത പ്രാവശ്യം ദോശ ചുടുമ്പോഴായിരിക്കും അത് നന്നായി സോപ്പിട്ട് കഴുകിയിട്ട് എടുക്കാറ്. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നമ്മുടെ വീട്ടിലുള്ള ഇരുമ്പിൻ്റെ പാത്രങ്ങളൊന്നും നശിച്ചു പോകാതെ ഇരിക്കും. ആ കറയോടെ നമ്മൾ പാകം ചെയ്ത് കഴിക്കുന്നതും വളരെ മോശമാണ്. അതുകൊണ്ട് ഇനി മുതൽ ഇങ്ങനെ ചെയ്തു നോക്കൂ. വളരെ നല്ലതാണ്, ഇഫക്റ്റീവാണ്. നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന പാത്രങ്ങളൊന്നും നശിച്ചു പോകാതിരിക്കും. അതുപോലെ ഈ ഇരുമ്പിൻ്റെ കത്തികളും ഉപയോഗിക്കാത്ത കത്തികളുണ്ടെങ്കിൽ അതും എണ്ണ പുരട്ടി നോക്കൂ. അങ്ങനെ നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നതൊക്കെ നമുക്ക് സംരക്ഷിച്ച് വെക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.